നമസ്തേ. നസറത്തിലെ മറിയം എത്ര ചെറിയ പെൺകുട്ടിയാണവൾ. ഒരുപക്ഷെ അവളോളം ആക്ഷേപങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാവും നമ്മുടെ തോന്നൽ അത്രയും. കാരണം നമുക്ക് വ്യക്തമായി അറിയാം, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരുവളുടെ വിശേഷം ഒരു കാലത്തും സുവിശേഷമാവില്ലല്ലോ. നസറത്തിലെ മനുഷ്യർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എത്ര നല്ല കുട്ടിയായിരുന്നു, ദേവാലയത്തിൽ കഴിഞ്ഞവളാണ്, കാഴ്ചയപ്പം ഭക്ഷിച്ചിരുന്നവളാണ്. അവളുടെ മാതാപിതാക്കളോ എത്രയോ ഭക്തരായ മനുഷ്യർ. എന്നിട്ടും ഇവൾക്കെന്താണ് പറ്റിയത്? സത്യമായും പലരെക്കുറിച്ചും നാം പറഞ്ഞും പറയാതെയും ഇരിക്കുന്ന വാക്കുകൾ തന്നെയാണിത്. ശരിക്കും മറിയം മറ്റൊരു വിധേനയും ഭാഗ്യവതിയാണ്. ഇന്നായിരുന്നെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എറിഞ്ഞ് നാം അവളെ കൊന്ന് കൊലവിളി നടത്തിയേനെ. നിങ്ങളിൽ പാപമില്ലാത്തവർ പോസ്റ്റുകൾ ഇടട്ടെ എന്നെങ്ങാനും യേശു എന്ന് പറഞ്ഞാൽ ആദ്യം പൂട്ടേണ്ടി വരിക ഈ പേജ് തന്നെയാവും എന്ന ഭീതിയുള്ളത് മറച്ചുവെക്കുന്നില്ല കേട്ടോ സുഹൃത്തെ. ശരിക്കും എന്താടോ നമുക്കൊന്നും മറിച്ച് ചിന്തിക്കാൻ പറ്റാത്തത്? ആ നസറത്ത് എന്ന പട്ടണത്തിലെ മനുഷ്യരെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ധാരണ തന്ന ഒരു പുസ്തകമുണ്ട്. ദി ഓർത്തഡോക്സ് വെനറേഷൻ ഓഫ് മേരി, ദ ബർത്ത് ഗിവർ ഓഫ് ഗോഡ്. സെയിന്റ് ജോൺ മാക്സിമോവിച്ച് എന്നാണ് എഴുത്തുകാരന്റെ പേര്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുക: നസറത്ത് എന്ന ചെറിയ പട്ടണത്തിലെ ഓരോ വാർത്തയും എല്ലാവരും അറിയാനിടയുണ്ട്. അത്രയ്ക്കുള്ള മനുഷ്യരെ അവിടെയുള്ളൂ. എല്ലാവരും പരസ്പരം അറിയാവുന്നവർ. തീർച്ചയായും മറിയത്തിന്റെ വാർത്ത അവർക്കറിയാവുന്നതാണ്. എന്നിട്ടും അവരങ്ങനെ അപവാദ പ്രചരണത്തിൽ മുഴുകിയതായി അന്നും പിൽക്കാലത്തും കാണുന്നില്ല. തെളിവുണ്ട് തിരുവെഴുത്തിൽ. പിന്നീട് ഗലീലയിൽ നസറത്തിനോട് അടുത്ത പട്ടണമായ കാനായിൽ എത്ര ആദരവോടെയാണ് മറിയത്തെയും മകനെയും വിവാഹ വിരുന്നിനൊക്കെ അവർ ക്ഷണിച്ചിട്ടുള്ളത്. നസറത്തിലെ നന്മയുടെ ഈ വിചാരം നമ്മുടെ തോന്നലുകൾക്ക് ഒരു തിരുത്ത് തന്നെയാവണം. നല്ലത് ചിന്തിക്കാനും നന്മ പറയാനുമുള്ള ശേഷി ഈ നോമ്പിൽ തന്നെ നാം വീണ്ടെടുക്കണം. ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള മാതിരി ഒരാളെക്കുറിച്ച് കേട്ടത് നീ മറ്റൊരാളോട് പറയും മുമ്പ് 3 കാര്യങ്ങൾ ചിന്തിക്കണം കേട്ടോ. 1, പറയാൻ പോകുന്ന കാര്യം സത്യമാണോ? ഈസ് ഇറ്റ് ട്രൂ? പറയാൻ പോകുന്നത് നല്ല കാര്യമാണോ? ഈസ് ഇറ്റ് ഗുഡ്? പറയുന്നത് കൊണ്ട് നിനക്കോ കേൾക്കുന്ന എനിക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈസ് ഇറ്റ് യൂസ്ഫുൾ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ച പിന്നെ നമുക്കൊന്നും ഇനി ഒന്നും തന്നെ പറയാനുണ്ടാവില്ല, അല്ലേ സഖാവേ? ആദരവോടെ സക്കീർ.